നുണയും പിത്തനും ഫസാദും ഒക്കെ മദ്രസയിലേക്കും തിരിഞ്ഞിരിക്കുന്നു. നിങ്ങളെ ഉറക്കത്തിപ്പ വിടേണ്ടി വരും. ഇപ്പം 7 പ്രവർത്തകന്മാരെ കൊന്നിട്ടല്ലേ ഉള്ളൂ. ഇനി നിങ്ങളെ കുട്ടി നിങ്ങളെ നെഞ്ചിലേക്ക് കരാര് ഉയർത്താൻ വേണ്ടി ഇവർ പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ മിക്ക മഹല്ലുകാർ ഇപ്പോഴും ചെയ്യുന്ന എന്താണ്? നമ്മളാ പഴയ മദ്രസ പഴയ നടക്കുമ്പോഴങ്ങനെ നടക്കുക. അതിപ്പോ നടത്തുന്നത് പോലാണെങ്കിലും നമ്മളൊക്കെ ഫീസ് കൊടുക്കുകയാണ്, നമ്മളൊക്കെ മൂല്യന്മാർക്ക് ചെലവ് കൊടുക്കുകയാണ്. എന്നാ മദ്രസയിൽ ദീൻ പഠിപ്പിക്കൽ ഈ ഏവാമാര് നിർത്തിയിട്ടുണ്ട്. ദീൻ പഠിപ്പിക്കൽ ഇവര് നിർത്തിയിട്ടുണ്ട്. ഇവര് മദ്രസയിൽ ഇപ്പം ഗ്രൂപ്പീസം പഠിപ്പിക്കുകയാണ്. നോക്കൂ, ഇവരുടെ വാറോലകളാണ് ഇതൊക്കെ, മദ്രസയിലെ പുസ്തകങ്ങളാണ്. നിങ്ങളെന്താ വിചാരിക്കുന്നത്? പഴയ ബുക്ക് ഏതോ കാലത്ത് പോയി ചങ്ങായിമാരെ. അത് അറബുക്കും ഉറിയൻ ബുക്കും പിന്നെ അന്നിപ്പോ നിങ്ങൾക്ക് അറിയില്ല. നമ്മളെന്താ ഈ ബുക്ക് മാറ്റിയപ്പോൾ മാറ്റുന്നതിന് മുമ്പുള്ള ഒരു ഹലാക്ക് നിങ്ങൾക്ക് അറിയില്ല. നിശാമാരിന്റെ അടിയിലൊക്കെ നമ്മളെ പരീക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി അസുരം കുത്തി, അപ്പൊ മറ്റേ കുട്ടി അത് വിഷയമല്ല, ഉമ്മ തൈലം മിനുക്കി എന്നൊക്കെ പറയുന്നത് സോൾവാക്കി വരുമ്പോഴേക്ക് കാണാം ബഷീർ കീസ കീറി. ഇങ്ങനെ സംഘർഷങ്ങളായിരുന്നു ആദ്യം ഇവർ പഠിപ്പിച്ചിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റിക്കിട്ടി ഒരു മറ്റം പോലെ നമ്മളെ പുസ്തകവും കാര്യങ്ങളൊക്കെ ആക്കിയപ്പോ അവരെങ്കിലും ലെവലിൽ വരുന്നൊക്കെ നമ്മൾ കരുതിയതാണ്. നോക്കുമ്പോ ഇവർ ലെവൽ തെറ്റി. ഇപ്പം കലാപം മദ്രസകൾ അയച്ചു വിടാൻ വേണ്ടി മദ്രസ പാഠപുസ്തകം ഗ്രൂപ്പീസമാക്കി. നോക്കൂ, നിങ്ങൾ ഇവരുടെ 7ാം ക്ലാസ്സിലെ പുസ്തകം മാത്രം ഞാൻ വായിക്കാം. ഇതൊക്കെ എല്ലാ പുസ്തകവും വായിച്ചു. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻഡോർ പരിപാടി വെക്കണം. നിങ്ങൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകവും ഇവന്മാരുടെ പാഠപുസ്തകവും വിലയിരുത്താൻ വേണ്ടി നിങ്ങൾ ഇൻഡോർ പരിപാടി വെക്കണം. അപ്പോൾ നമുക്ക് മണിക്കൂറ് കിട്ടുകയുള്ളൂ. ഇങ്ങനത്തെ ഒരു പൊതുയോഗത്തിൽ അതിന് പരിധിയുണ്ട്. ഒറ്റ പുസ്തകത്തിൽ ഏതാനും പാഠം ഞാൻ വായിച്ചു തരാം. ഇവരുടെ 7ാം ക്ലാസ്. നാളെ എന്റെ സഹോദരിമാരെ, നിങ്ങളെ കുട്ടികൾ ഈ മജ്ലിസുന്നാറിന്റെ വിഭാഗം നടത്തുന്ന മദ്രസയിലാണെങ്കിൽ ആ മദ്രസയിൽ 7ാം ക്ലാസ്സിൽ നാളെ പഠിക്കേണ്ട പുസ്തകമാണിത്. ഇതിന്റെ പേര് ലിസാനുൽ ഖുർആൻ എന്ന, ഖുർആന്റെ ഭാഷ എന്ന്. ഇതിൽ നിങ്ങൾ നോക്കൂ, ഒരു പാഠം അൽ മുസാഫഹത്തു എന്നതിന്റെ പേര് 8ാമത്തെ പാഠാണ്. ഇതൊരു ഒരു സംഭാഷണമാണ് കുട്ടിയും മൊയ്ലിയാരുമായിട്ട്. എപ്പോഴായി കുട്ടി മദ്രസയ്ക്ക് എത്തിയത്? ഒരു കരിഞ്ചായന്റെ വെള്ളം പോലും കുടിക്കാതെ 6 മണിക്കാണ് ഈ കുട്ടി മദ്രസയ്ക്ക് എത്തിയത്. ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചെമ്മീൻ പോലെ ചുരുണ്ട് കടന്നിരുന്ന ആ കുട്ടിനെ നിങ്ങൾ തട്ടി ഉണർത്തി പിന്നെ പല്ല് വേണം തേച്ചുകാണ്ട് ചായന്റെ വെള്ളം കൊടുക്കാതെ പൊയ്ക്കടാ ദീൻ പഠിക്കാന്ന് പറഞ്ഞയക്കണേ. അങ്ങനെ നാളെ ഈ മലമുണ്ടി മദ്രസയിൽ വന്നാൽ നിങ്ങൾ പഠിക്കുന്ന പുസ്തകമാണിത്, 8ാം ക്ലാസ്സിലെ പുസ്തകം. നോക്കൂ, അൽ മുഷാഫഹത്തു. ഈ അൽ മുഷാഫഹത്തിന്റെ പാഠം നിങ്ങൾ ചിരിച്ച ആൾക്കാർ നിങ്ങളെ നാട്ടിലൊക്കെ സുന്നി വിദ്യാഭ്യാസം കൊണ്ട് മദ്രസ ഉണ്ടോന്ന് നോക്കണം. ഇല്ലെങ്കിൽ പതുക്കെ ചിരിച്ചാൽ മതി. എന്നിട്ട് നിങ്ങളുടെ കുട്ടികൾ എന്താണ് പഠിക്കുന്നത് നിങ്ങൾ അറിയണം. ഇതാ നോക്കി, കുട്ടി ചോദിക്കുകയാണ്, അത്തിൽമീത് കുട്ടി ചോദിക്കുകയാണ് മൂല്യാരോടെ, മതാ ഉസ്സിസത്ത് ജമിയത്തുന, നമ്മളെ ജമിയത്തുൽ ഉലമ എന്നാ രൂപീകരിക്കപ്പെട്ടത്? മതാ ഉസ്സിസ ജമിയത്തുന ജമിയത്തുൽ ഉലമാലി ഉമൂമി കേരള, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നാണ് രൂപീകരിക്കപ്പെട്ടത്? ഈ കുട്ടിക്ക് എന്നാണ് റസൂൽ ജനിച്ചതെന്ന് അറിയേണ്ട വിഷയമല്ല. ഈ കുട്ടിക്ക് ഇപ്പൊ അറിയേണ്ടത് എന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ ഉസ്താദിന്റെ മറുപടി സനത്ത് 1925. ഓല അറബിയപ്പത് 1925. അറബി പഠിക്കാൻ വേണ്ടിയായി പുസ്തകം. ഓല അറബി ഭാഷ കേട്ടിട്ട് നിങ്ങൾ 1925. എന്നിട്ട് ഈ കുട്ടി ചോദിക്കുകയാണ്, ഈ അയ്യി മക്കാനി മുസ്ലിസത്ത്, എവിടെയാണ് സമസ്ത കേരള ജമിയത്തുൽ രൂപീകരിക്കപ്പെട്ടത്? ഉസ്താദിന്റെ മറുപടി ഫിൽ മസ്ജിദ് ജാമി ഫി മദീന കാലിക്കോട്ട്, കോഴിക്കോട്ട് വലിയൊരു പള്ളി എന്നാണ്. പള്ളി അതൊന്നും അറിയില്ലടാ, വലിയൊരു പള്ളിയെന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടുന്നാണ് രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ ഈ കുട്ടി ചോദിക്കുകയാണ്, മതാ ഉസ്സിസത്ത് ലജ്നത്ത് തഅലീമി ദീനുൽ ഇസ്ലാമി ഉമൂമി കേരള, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്നാണ് രൂപീകരിക്കപ്പെട്ടത്? അപ്പൊ ഉസ്താദിന്റെ മറുപടി സനത്ത് 1951. അറബിയാണ് കേൾക്കുന്നത്. 1951 ഈ ബൽദത്തി വടകര, വടകരയിലാണ്. അതിനെ ഇയാൾ കുറച്ചൊരു ഓവർ ഇരുമുള്ള ആളായതുകൊണ്ടാണ് കുട്ടികൾ ചോദിക്കാത്ത മറുപടി പറഞ്ഞത്. കുട്ടി ചോദിക്കുന്നത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്നാ രൂപീകരിക്കപ്പെട്ടത്? അതിന് മറുപടി 1951 വടകരയിലാണ്. എന്നിട്ട് ഈ കുട്ടിക്ക് അറിയേണ്ടത് 2015 മെയ് മാസം 29, നാളെ 29 അല്ലേ, 2015 മെയ് മാസം 29, നാളെ ഈ കുട്ടിക്ക് ഇപ്പൊ എന്താ അറിയേണ്ടിയിട്ടുണ്ടെങ്കിൽ കം മദ്രസത്തൻ സുജ്ജിലത്ത് താഴ്ത്ത തിൽക്കൽ ലജ്ന ഇലാ സന 2009 വരെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് എത്ര മദ്രസ ഉണ്ട്? 2009 വരെ. നമ്മൾ 2015 എത്ര ആൾക്കാരെ ഒരേ മദ്രസ പോയിട്ടുണ്ടാവും. അപ്പൊ 2009 വരെ എത്ര മദ്രസ ഉണ്ട്?
അതിന് മാത്രം ഈ മൊയ്താൻ അറബി പറയാണ്. സമാനിയത്തു ആലാഫിൻ വസമാനുമിയത്തിൻ വവാഹിദും വതിശൂന മദ്രസ, 8891 മദ്രസ ഉണ്ട്. ഈ അന്നായിൽ ഹിന്ദ് വഹാരിജിഹ, അത് ഇന്ത്യന്റെ ഉള്ളിലും ഇന്ത്യന്റെ പുറത്തും കൂടി ഞമ്മക്കാകപ്പാട് 8891 മദ്രസ ഉണ്ട്. ഇവർ പറയുന്നത് 10 ലക്ഷം മദ്രസ ഉണ്ടെന്നാ പറയല്. ബുക്കിൽ 8891 മദ്രസ ഉണ്ട് എന്നാ പറയുന്നത്. പോട്ടെ. അപ്പൊ ഈ കുട്ടി ചോദിക്കുകയാണ്, ഹല്ലി ഹാദി ലജ്നത്തി ഇദാറത്തുൻ, ഈ മദ്രസ കൊണ്ടുപോകുന്ന ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് ഓഫീസുണ്ടോ? ഈ കുട്ടിക്ക് പറയേണ്ട കാര്യപ്പതാ, ഈ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് ഓഫീസുണ്ടോ? ഉസ്താദിന്റെ മറുപടി, ഞാൻ പിന്നെ ഇല്ലാതെ ഉണ്ട്. ലഹാ ഇദാറത്തും വാസിയാം, ഭയങ്കര വിശാലമുള്ള ഓഫീസുണ്ട്. ഈ സലാസി തബക്കാത്തി, 3 തട്ടാണ് നമ്മളെ ഓഫീസ്. ഓർത്തോ, 3 തട്ട. എവിടെ? ഈ കറിയത്തി ചേളാരി, അത് ചേളാരി എന്ന നാട്ടിലാണ്. ലിലൈ മലാപുരം, മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ 3 തട്ടുള്ള വിശാലമായ ഓഫീസാണ്. അത്തബക്കത്തുൽ ഊല. എന്നിട്ട് ഈ ചെറിയ കുട്ടിക്ക് ഈ കരിഞ്ചാന്റെ വെള്ളം കൂടി ചെല്ലാതെ, നിങ്ങൾ രാവിലെ മദ്രസക്ക് ചായം കൂടിയും കൊടുക്കാതെ പറഞ്ഞയക്കണേ, ഇത് പഠിപ്പിക്കാനാ. അത്തബക്കത്തുൽ ഊല, ചേളാരിയിലെ 1ാമത്തെ തട്ട്. കായാത്തുൽ മുഹാദറാത്തി വഖസായിനു ദഫാത്തിരി വഗൈരിഹ, അതിങ്ങനെ ഈ ഇൻഫർമേഷൻ കൗണ്ടറും അതുപോലെ മീറ്റിംഗ് ഹാളൊക്കെയാണ്. അസാനിയത്ത് 2ാമത്തെ തട്ട്. ഫിഹാ മക്തബുർ റഈസ്, നമ്മളെ നേതാവിന്റെ ഓഫീസാണ്. വൽ അമീനുൽ ആം, ജനറൽ സെക്രട്ടറിന്റെ ഓഫീസും 2ാം തട്ടിലാണ്. മുദീറുൽ ആം, ജനറൽ മാനേജർ തട്ടും 2ാം തട്ടിലാണ്. വൽ മുഫത്തിശീന, മുഫത്തിശന്മാരെ തട്ടും 2ാം തട്ടാണ്. മുഅല്ലഫിൽ കുതുബി, മദ്രസൽ ബുക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരെ തട്ടും 2ാം തട്ടാണ്. കുത്തുബി, നമ്മളെ ബുക്കാവുമ്പോൾ കുറെ തെറ്റുണ്ടാവും, അത് തിരുത്താൻ കുറെ കൂട്ടക്കാരുണ്ട്, അവരെ തട്ടും 2ാം തട്ടാൻ. മുദീറുൽ ഇംതിഹാനാത്ത്, പരീക്ഷന്റെ പരീക്ഷന്റെ ചെയർമാന്റെ തട്ടും 2ാം തട്ടാൻ. നദിനത്തിലും മുഅല്ലിമിന്റെ മർക്കസിയ, ജമിയത്തുൽ മുഅല്ലിമീന്റെ ഓഫീസും 2ാം തട്ടാൻ. കുട്ടി പഠിച്ചോനെ, ഈ തട്ടൊന്ന് കഴിഞ്ഞിട്ടിയാൽ മതി, കാരണം ചായ പിടിക്കാതെ പോന്നാലപ്പോ. അതില് ഉസ്താദ് പറയാണ്, മോനെ ഇരിക്ക്. അത്തബക്കത്ത് സാലിസ, 3ാം തട്ട്. അതാ മോനെ തട്ട്. തട്ട് എന്ന് പറഞ്ഞാൽ 3ാം തട്ടാണ്. ഫിഹാ ഗുജറാത്തിന് മുഫത്തിസീമാരുടെ റൂമുകൾ 3ാം തട്ടിലാണ് മോനെ. ഇതിന് കേൾക്കുമ്പോ കുട്ടി അജീബ്, അത്ഭുതം തന്നെ. അതിൽ ഉസ്താദ് നസ്കുറല്ലാഹ്, അല്ലാഹുവിനെ നന്ദി ചെയ്ത മോനെ. അലാമാ അന്നമ അലൈനാ ബിഹാദിഹി നിഅമി, 3 തട്ടാകുന്ന അതിവലിയ വിപുലമായ നിഅമത്ത് ഒന്നായിട്ട് കുറഞ്ഞു തന്ന പഠിച്ചോൻ. ആ പഠിച്ചോൻ നന്ദി ചെയ്തോ. ആ പാഠം കഴിഞ്ഞ് ഒരു പാഠം കഴിഞ്ഞിട്ട് ഇതിനങ്ങൾ രാവിലെ കരിഞ്ചായന്റെ വെള്ളം പഠിപ്പിക്കാതെ അത് ലീഗിന്റെ പ്രവർത്തകര്, ഈ നാട്ടില് ലീഗ്, കോൺഗ്രസ്, CPIM നല്ല എനിക്ക് കാര്യം പോകണമെന്നുള്ള മനുഷ്യന്മാരില്ലേ? നിങ്ങൾ സംഘടിക്കണ്ടേ? നമ്മളെ പൂർവീകരുണ്ടാക്കിയ മദ്രസയില് നിങ്ങൾ കൊടുക്കുന്ന വരിസംഖ്യയില് ഇവരെ തട്ടും കൂത്തും പഠിപ്പിക്കാനാണ് ഞങ്ങൾ മാർച്ച് പറഞ്ഞേക്കുന്നത്. എന്നാ ഒരു പാഠം കഴിഞ്ഞോ? ഇല്ല. ഇനി 2ാമത്തെ പാഠം നോക്കിങ്ങള്, വേറൊരു പാഠം. അത് അതിനേറെ രസകരമായിട്ടല്ലേ പിന്നുള്ള പാഠം കൊടുത്തിരിക്കുന്നത്. ഇതിലെന്താ പറയുന്നതാ? ഇതിന്റെ പേര് ഇസ്തിഖ്ലാലുൽ ഹിന്ദ് എന്നാ. ഇന്ത്യന്റെ മുഖം പഠിപ്പിച്ചു കൊടുക്കുന്ന ലക്ഷ്യം ആണ് ഇന്ത്യനെ കാട്ടോളി. യതറഅസ് ജമിയത്തുൽ ഉലമാലി ഉമൂമി കേരള, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നയിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത് മൗലാന ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ. ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ ഞാൻ വായിച്ചതാ. ഇവര് എഴുതിയത് അങ്ങനെയല്ല, എഴുതി പിന്നെ അറബിയിൽ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ആനക്കര കോയക്കൂട്ടി മുസ്ലിയാർ, അദ്ദേഹമാകുന്നു സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇതിന് കളിയാക്കിയാറുണ്ട് കേട്ടോ. മഹാനായ ആനക്കര കളിയാക്കിയ അറബിയിലെ ഇതിൽ ആനക്കര കോയക്കൂട്ടി മുസ്ലിയാർ, അതാണ് അദ്ദേഹമാണ് സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഏതുപോലെന്നറിയോ? മൗലാന റയീസുൽ മാജിക്കീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ശംസുൽ ഉലമ മൗലാന ഇ.K. അബൂബക്കർ മുസ്ലിയാർ, ഇവരൊക്കെ നേതൃത്വം നൽകിയതുപോലെ ആനക്കര കോയക്കുട്ടി മുസ്ലിയാരും സൈനുൽ ഉലമ മൗലാന സൈനുദ്ദീൻ മുസ്ലിയാർ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും നമുക്ക് നേതൃത്വം നൽകുന്നു. അതിനുവേണ്ടി മാത്രം ഒരു പാഠം. ഓക്കെ, അതിനുവേണ്ടി ഒരു പേജ്, ഒരു പാഠം. എന്ത് പുണ്ണാക്ക അങ്ങക്ക് ഈ ഇതിന് കിട്ടുന്നത്? ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഗ്രൂപ്പ് പഠിപ്പിക്കല്. അതാ എന്റെ പ്രിയപ്പെട്ട നേതാവ് നമ്മളോട് പറയുന്നത്. നമ്മളെ ഭാഗത്ത് കുഴപ്പമുണ്ടാണ്ട, 5 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികൾ മതി, ഷെഡുള്ളെങ്കിൽ ഷെഡ് മതി, നിങ്ങളെ വീടിന്റെ ഇറയുള്ളെങ്കിൽ വീടിന്റെ ഇറ മതി.
അവിടുന്ന് നമ്മളെ കുട്ടിക്ക് ദീൻ പഠിപ്പിക്കണേ എന്ന് ഖമറുൽ ഉപദേശിക്കുന്നത് ഈ തോന്നിയാസം കണ്ട് മടുത്തത് കൊണ്ടാകുന്നു മുഅ്മിനീങ്ങളെ. കഴിഞ്ഞില്ല ഇവരെ മറ്റു പാഠം നിങ്ങൾ നോക്കൂ. മറ്റു പാഠങ്ങൾ എന്താണ്? നിങ്ങളിങ്ങനെ പ്രസംഗം നടത്തി പോയാ പോരാ, ഞാൻ ഈ വസ്തുതാപരമായി പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ വിലയിരുത്തണം. ഞാനിവിടെ കേൾപ്പിച്ചതുപോലെ ക്ലിപ്പ് നിങ്ങളെ ഏതെങ്കിലും നേതാവിനെ പറ്റി ഈ ലോകത്ത് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? നിങ്ങളെ ഏതെങ്കിലും മൊയ്ലിയമാരെ ലോകത്തെ ഏതെങ്കിലും മനുഷ്യന്മാരറിയോ? അവരെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയണത് ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന തോന്നിയാസത്തിന് എന്ത് മറുപടിയുണ്ട്? ഇതിന് വേറൊരു പാഠം കണ്ടോ നിങ്ങൾ? ആസിമത്തിന് ഹിന്ദുനാഥിന്റെ പേര്. ഉമ്മമാരെ, നിങ്ങളെ കുട്ടികൾ നാളെ രാവിലെ ഇവരെ മദ്രസയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പുസ്തകത്തിന്റെ 3ാമത്തെ പാഠം 9ാമത്തെ പേജ് കോഴിക്കോട് നഗരത്തെ പഠിപ്പിക്കുക. എന്താണ് ഈ കോഴിക്കോട് ഭക്ഷണം? കുട്ടികൾ അറിയണ്ടേ? അല്ലെങ്കിൽ വൈദ്യത്തി പോലെ കോഴിക്കോട് എന്ന് കേട്ടാൽ തന്നെ കേരളക്കാരന് അറിയില്ലേ? അവിടെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ ഖബറുണ്ട്, ടിപ്പുവിന്റെ പള്ളിയുണ്ട്, ബഹുമാനപ്പെട്ട സാമൂതിരി കുത്തിക്കൊടുത്ത കുളമുണ്ട്. ഇതൊക്കെ ജനങ്ങൾക്കറിയില്ലേ? ഇന്നിപ്പോ നോക്കൂ, മാസപ്രഭ വരെ നോക്കണമെങ്കിൽ ആധുനിക സംവിധാനമുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഓഫീസും മറ്റു ശാലകളും അവിടെ ഉണ്ട്. കോഴിക്കോട് പട്ടണം ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ സിറ്റി പോലെ ആയിട്ടുണ്ട്. ഇത് മനുഷ്യന്മാർക്ക് അറിയില്ലേ? എന്നാൽ ഇവര് നോക്കൂ, ഇവരെ മദ്രസയിലെ കുട്ടികൾക്ക് കോഴിക്കോട് പട്ടണത്തിൽ എന്താ ഉള്ളതെന്ന് പഠിപ്പിക്കുകയാണ്. ഇതിൽ നിങ്ങൾ നോക്കണം, മുതലക്കുളം മൈതാനം ഉണ്ടെന്നോ, അല്ലെങ്കിൽ മുതലക്കുളം ഉണ്ടെന്നോ, അല്ലെങ്കിൽ മാനേജർ കുളമുണ്ടെന്നോ, അല്ലെങ്കിൽ ജിഫ്രി തങ്ങളെ ഖബറുണ്ടെന്നോ, അല്ലെങ്കിൽ ടിപ്പുവിന്റെ പള്ളി ഉണ്ടെന്നോ, ഇങ്ങനത്തെ ഒരു സംഗതിയും പഠിപ്പിക്കാതെ കോഴിക്കോട് എന്താ ഉള്ളത്? മദീന കാലിക്കോട്ട് കോഴിക്കോട് പട്ടണം. അതിലുണ്ട് മക്തബ് ജമിയത്തുൽ ഉലമാ ഉമൂമി കേരള ഈ കെ സമസ്ത കേന്ദ്ര ജമിയത്തുൽ ഉലമന്റെ ഓഫീസ് കോഴിക്കോടുണ്ട്. കോഴിക്കോടുള്ള ഒരു മണ്ണാങ്കട്ടയാണുള്ളത്. ഈ കക്കാര സംസ്ഥാന ഓഫീസ് കോഴിക്കോടുണ്ട്. വലിയൊരു കാര്യം പറ്റും. അതിനല്ല നിങ്ങൾ ഈ ഫീസ് കൊടുത്തുകാണ്ട് ഈ കുട്ടികളെ കരിഞ്ചായം കൂടി കൊടുക്കാതെ പറഞ്ഞയച്ചത്. ഹിസാനത്തിൽ കുത്തുബിൽ മദാരിസിയുൽ മത്ബഊ, അവരെ മദ്രസ പുസ്തകത്തിന്റെ പ്രസ്സും അതിന്റെ ബുക്ക് ഷോപ്പും അവിടെയുണ്ട്. പിന്നെ കോഴിക്കോടുള്ള 2ാമത്തെ ഒരു പുകരയാണ് ഇപ്പത്. ഓരോ ബുക്ക് അടിക്കണ പ്രസ്സും അതിന്റെ ശാലി അവിടെ ഉണ്ട്. പിന്നെ അവ കഥാലിക്ക മക്തബ് ഷബാബി സുന്നിയിൽ യൂമി കേരള, ഈ KSYS-കാരെ, അതായത് 28 40 പ്രായം എന്താണെന്ന് അറിയാത്ത കമ്പനിന്റെ അവരെ SYS-ന്റെ ഓഫീസ് കോഴിക്കോടുണ്ട്. ഇദാറത്ത് മജല്ലത്തുൽ ഉസ്ബൂഇയ്യ സുന്നി അഫ്കാർ, ഇവരുടെ പത്രം, ഇവരുടെ പ്രസിദ്ധീകരണമായ സുന്നി ആഫ്കാർ എന്ന മജല്ലത്തുൽ ഉസ്ബൂഇയ്യ വാരികന്റെ ഓഫീസ് കോഴിക്കോടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു ഇൽമ് കേട്ടോടി മക്കളെ, ഇത് ഏത്തിക്കാർക്ക് അറിയാത്ത വല്ലാത്ത ഇൽമ് തന്നെ. മക്തബുൽ മുഹറർ സുന്നി അഫ്കാറിന്റെ എഡിറ്റർ ഓഫീസും കോഴിക്കോട് തന്നെയാകുന്നു. എന്തായാലും കുട്ടികൾ വൈതെറ്റരുത്. സുന്നി അഫ്കാറിന്റെ ഓഫീസ് കോഴിക്കോടും അതിന്റെ എഡിറ്റർ ഓഫീസ് കണ്ണൂരാണെന്ന് വിചാരിക്കരുത്. മക്കളെ, പഠിച്ചോളിട്ടോ, ആഖിറത്ത് സ്വർഗം കിട്ടാനാണ് മദ്രസ. അതുകൊണ്ട് നമ്മളെ സുന്നി അഫ്കാറിന്റെ ഓഫീസ് കോഴിക്കോടാണ്. മക്തബുൽ മുഹറർ അതിന്റെ എഡിറ്റർ ഓഫീസും കോഴിക്കോട് തന്നെയാകുന്നു. നമ്മളെ കുട്ടിയൊക്കെ ഇൽമിങ്ങനെ കൂടിയിട്ട് ഇന്നും മാണ്ടേ ഇവിടെ സംസുലം ഉണ്ടാകുക. അതിനെ പറ്റിയ ഇൽമല്ലത്. കദാലിക മജ്മഅ മർകസുൽ ഇസ്ലാമി, ഇവരെ ഇസ്ലാമിക സെന്ററിന്റെ ഓഫീസും കോഴിക്കോടാണ്. മക്തബ് ഇത്തിഹാദ് തലബത്തി സുന്നിയീന SKSSF-ന്റെ സംസ്ഥാന ഓഫീസും കോഴിക്കോടാണ്. മാത്രമല്ല മക്കളെ, വേറെ വിവരം കേട്ടോളി. ദാറുൽ കുത്തുബിൽ മുസമ്മാത്ത് ബി ഇസ, SKSSF-ന്റെ ഇസ പബ്ലിക്കേഷൻ എന്നതും കോഴിക്കോട് തന്നെയാണ്. കുട്ടി ഒരു ബീഫ് ഇങ്ങോട്ട് അയക്കുമ്പം കുറുബി കാരിക്കൂത്ത് കോഴിക്കോടിന്റെ അടുത്തുണ്ട് മത്താറും ജുവലിയും ഒരു ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ബുക്കിന് എങ്ങനെ പോകാന്ന് കുട്ടികൾ ചോദിക്കാക്കണല്ലോ. അതിന് ബുക്ക് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് കോഴിക്കോടിന്റെ അടുത്തുണ്ട്. ബിസ്മി കാരിക്കോത്ത്, അതിന്റെ പേര് കോഴിക്കോട് എയർപോർട്ടാണ്. ആ പാഠം കഴിഞ്ഞ് ഓക്കെ. രാവിലെ മാർച്ച് പഠിപ്പിക്കണ അതാണ് കേട്ടങ്ങള്. ഈ നിലയ്ക്ക് തോന്നിയാസം കുട്ടികളെ പഠിപ്പിക്കുന്നു. മദ്രസയിൽ ഗ്രൂപ്പിസം പഠിപ്പിക്കുന്നു. മാത്രമല്ല NH-ന്റെ നടുക്ക് വരച്ച വൻവ തിരിക്കാൻ വേണ്ടി, റോഡിന്റെ ഇരു സൈഡും തിരിക്കാൻ വേണ്ടി വരച്ച വര പോലുള്ള കള്ളിവരയുള്ള തുണി ഉടുത്തിട്ട്
നല്ല കോട്ടൺ കുപ്പായിട്ടിട്ട് നല്ല പിന്നെ നമ്മുടെ ഈ തെങ്ങിന്റെ കവുങ്ങിന്റെ പാള പോലെ പല്ല് പയ തൊപ്പിയിട്ടിട്ട് ഇങ്ങനെ കുത്തിവെ കൂതുന്ന മൂല്യമാര് നമ്മളെ മേറാബും മിമ്പറൊക്കെ കൈയടക്കിയിട്ട് ആ അയവാമാര് പഠിപ്പിക്കുന്ന ആശയങ്ങളാ അപ്പൊ മദ്രസയിലത്. പണ്ടത്തെ ദീനും മദ്രസയിലില്ല, ഇസ്ലാമില്ല. അതുകൊണ്ട് ദീനും ഇസ്ലാമും കുട്ടികൾ പഠിക്കണോ, അവര് സുന്നി വിദ്യാഭ്യാസം കൊണ്ട് മദ്രസ ഉണ്ടാക്കിക്കോളി, അല്ലാതെ നിങ്ങൾ ചിരിച്ചുകൊണ്ട് കാര്യമില്ല. ഇവരെ നോക്കൂ, ഇനി ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ വിലയിരുത്തി ഇവരെ നേതാക്കന്മാരെ ചരിത്രം പഠിപ്പിക്കാൻ ബുക്കുണ്ട്, താരീഖിൽ. ഇതിലിപ്പോ ഈ അടുത്ത കാലത്ത് മരിച്ചോരെ പേര് വരെ ഇവർ കൊടുത്തിട്ടുണ്ട്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞൊരു മഹാൻ കേരളത്തിൽ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് എന്ന് അവരെ കുട്ടികൾക്ക് ഇവർ പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ അടുത്ത ദിവസം വരെ മരിച്ചുപോയ ഓരോ ആൾക്കാരെ പേര് അവരാൾക്കാരെന്ന് അവര് പറയുന്നത് ആൾക്കാരെ പേര് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ശിഹാബ് തങ്ങൾ ഇവിടെ മരിച്ചു പോയിന്ന് അതും കൂടി പഠിപ്പിച്ചുകൂടാനോ? അതില്ല.